ബിപിൻ സിവിയും ഷെഫും അവനെ കസേരയിലിരുത്തി. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ CDP ആണ് സൂരജ്. കിച്ചണാകെ നിശബ്ദമായി. പെട്ടെന്നാണ് ഗോപിക കിച്ചണിലേക്ക് വന്നത്. അവളെ കണ്ടതും അവൻ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. രക്തത്തുള്ളികൾ പടർന്ന അവനെ കണ്ടപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സർവീസ് ട്രേ തനിയെ താഴെ വീണു. ജ്യൂസ് ഗ്ലാസുകൾ താഴെ വീണ് പൊട്ടിയപ്പോൾ കിച്ചണിലെ നിശബ്ദത കൂടുതൽ ശബ്ദമുഖരിതമായി. എന്നാ ഇത്? എന്നാ പറ്റിയത്? നിറഞ്ഞ മിഴിയോടെ അവൾ ചോദിച്ചു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവനെ താങ്ങി പിടിക്കാൻ പോലും അവൾ സമ്മതിച്ചില്ല. ഒരു കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ്റെ മുഖത്തെയും ഷെഫ് കോട്ടിലെയും ചോരത്തുള്ളികൾ തുടച്ചു മാറ്റാൻ അവൾ തിടുക്കം കാട്ടി. അവൻ്റെ അലങ്കോലമായ മുടി കോതി വെച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ അടക്കം നിയന്ത്രണം വിട്ടുപോയി. സാരമില്ലാട്ടോ, ഹോസ്പിറ്റലിൽ പോകാട്ടോ, പേടിക്കണ്ട. പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പ് ലിജോ വണ്ടി എടുക്കാൻ എന്നോട് ഉച്ചത്തിൽ പറഞ്ഞു.